ഇന്നൊരു ചെറിയ യാത്രാ വ്ളോഗാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ജനുവരി 26. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കറക്കമൊന്നും ആയിട്ടല്ല, അല്ലാതെ പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ചിറയൻകീഴാണല്ലോ, തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ്. അപ്പോൾ ചിറയൻകീഴ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീറിൻ്റെ വീട് ചിറയൻകീഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പുളിമൂട് ജംഗ്ഷനിൽ നിന്നും കോരാണിയിലോട്ട് പോകുന്ന വഴിക്കാണ് പ്രേം നസീർ സാറിൻ്റെ വീടുള്ളത്. അത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ വീട് ഇപ്പോൾ റിനോവേഷനൊക്കെ ചെയ്ത് ഒരുപാട് പുതുക്കൽ അങ്ങനെയൊന്നുമില്ല, പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് വീട്. പണ്ട് ഇതുപോലെ അല്ലായിരുന്നു, കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾതാമസമൊന്നുമില്ല. അതാണ് നമ്മുടെ പ്രേം നസീർ സാറിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൊന്നുൻ്റെ പല്ല് ക്ലിപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ കോരാണി ചെല്ലുമ്പം സാധാരണ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യാനായിട്ട്. നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ടാണ് തിരിയേണ്ടത്. അപ്പോൾ തിരിയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതിനാൽ ഇവിടെ അണ്ടർ പാസേജാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വഴി തിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതുപോലെ NH പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. റോഡ് കംപ്ലീറ്റ് എല്ലായിടത്തും നമുക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം തിരിച്ചറിയാത്ത പോലെ ആയിട്ടുണ്ട്. കാരണം അവിടെയുള്ള മരങ്ങളും എല്ലാം മുറിച്ച് കളഞ്ഞു, ബിൽഡിങ്ങുകളെല്ലാം പോയി. അപ്പം നമ്മൾ സാധാരണ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മരങ്ങളും ബിൽഡിങ്ങൊക്കെ കാണുമ്പോഴൊക്കെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏതാ സ്ഥലം എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് യാത്രയൊക്കെ വളരെ എളുപ്പമാവും. അപ്പോൾ ഇതായിരിക്കും അണ്ടർ പാസേജ്, ഇത് പണി കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇതുവഴിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പണി തീർന്നു കഴിയുമ്പോൾ എല്ലാം നല്ല രീതിയിൽ പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത് NH നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ യാത്രയിലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തിയാണ്. ഞാനിങ്ങനെ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഉള്ള വ്യൂവേഴ്സിൻ്റെ അല്ല, എനിക്ക് കുറേ മലപ്പുറം കോഴിക്കോട് നിന്നൊക്കെ കാണുന്ന വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ട്രിവാൻഡ്രം ഏരിയയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇപ്പം നമ്മൾ കോരാണി കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂള്. അവിടെ നിന്ന് റൈറ്റ് സൈഡായിട്ട് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. നമുക്കിങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം നമുക്കിങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ശരിക്കും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂള്. അപ്പോൾ അവിടെ നമ്മളെ ഒരുപാട് സിനിമാ താരങ്ങളെ മക്കൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അത് ഈ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഏരിയ കാണുന്നുണ്ട്. പക്ഷേ എനിക്കത് ക്യാമറയിൽ കാണിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് അത് കാണുന്നത്. അപ്പോൾ അതാണ് സ്കൂളിൻ്റെ വിശേഷം, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂള്. അപ്പോൾ നമ്മളിപ്പോൾ പ്രേം നസീറിൻ്റെ വീഡിയോ കണ്ടു, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂൾ കണ്ട്. ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ പൊന്നുൻ്റെ സ്കൂളൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഇതാണ് യാത്ര. കുറച്ച് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചെമ്പകമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെമ്പകമംഗലം ആ ഏരിയയിലാണ് നമുക്കൊരു ബിൽഡ് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എല്ലാ ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മോളെന്ന് തന്നെ പറയാതെ ഒരു ചെറിയൊരു മോളാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ടൈലിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ വയറിങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഫർണിച്ചർ, അങ്ങനെയുള്ള നമുക്ക് വീട് വെക്കുമ്പോൾ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും അതിനകത്തുനിന്ന് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ കണ്ട് റഷാജ് റോയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്, ഒരു വലിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ നമ്മളിതാ ഇതുവഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു. എല്ലാ ഭാഗത്തും ഇതുപോലെ ഡൈവേഷനാണ് കേട്ടോ, കംപ്ലീറ്റ് ഡൈവേർട്ട് ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ബിൽഡ് ഹബ്ബ്, ഞാൻ പറഞ്ഞ ബിൽഡ് ഹബ്ബ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചറിൻ്റെ ഷോപ്പുണ്ട്, ടൈൽ ഷോപ്പുണ്ട്, പിന്നെ ഇതുപോലെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിൻ്റെയൊക്കെ ഷോപ്പുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടുള്ള അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഈ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന ലൂവേഴ്സും പിന്നെ WPCയുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഷോപ്പുകൾ. അങ്ങനെ അതിൻ്റെ അകത്ത് പിന്നെ ലൈറ്റ് ഫിറ്റിങ്സ്, ഒരുപാട് ലൈറ്റ്, അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ബിൽഡ് ഹബ്ബ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബിൽഡ് ഹബ്ബ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ പണി നടക്കുന്ന സാധനം വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം. പക്ഷേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
തോന്നയ്ക്കൽ എത്താറായിട്ടുണ്ട് നമ്മൾ. ഈ തോന്നയ്ക്കൽ ഇപ്പം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് എക്സ്പോ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സയൻസ് എക്സിബിഷൻ നടക്കുന്നത് ലൈഫ് സയൻസ് പാർക്കിലാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ആ റോഡ് സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പം ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ ജാനുവരി 15 തുടങ്ങിയിട്ട് ഫെബ്രുവരി 15 വരെ നീണ്ടു നിൽക്കുന്ന ഒരു സയൻസ് എക്സിബിഷനാണ്. ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് എക്സിബിഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിതുവരെ പോയിട്ടില്ല. പക്ഷേ 15 തുടങ്ങിയെങ്കിലും എല്ലാം ഫുൾ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് അവിടെയുള്ള സെക്യൂരിറ്റിയുടെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞാലേ 1-2 കൂടെ ഫുള്ളാവാനുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം ഫുള്ളായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അഡൽട്ട്സിന് 250യും കിഡ്സിന് 150 ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പക്ഷെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു റേറ്റ്. പിന്നെ നമുക്ക് അപ്പോൾ അത് പോയി വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം എന്തായാലും വെയിറ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഇതാണ് പൊന്നുൻ്റെ സ്കൂള്, ബ്ലൂ മൂൺ പബ്ലിക് സ്കൂൾ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. അവിടെയൊക്കെ ഇതുപോലെ നമുക്ക് കടന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 സൈഡിലൊക്കെ കുഴിയൊക്കെയാണ്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തോന്നയ്ക്കൽ ശ്രീകുമാരനാശാൻ സ്മാരകം. പക്ഷെ അവിടെ ഒരുപാട് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് കാരണം കൂടുതലായിട്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആ സൈഡിൽ കാണുന്നതാണ് കുമാരനാശാൻ സ്മാരകം. അവിടെ നമ്മളെ കാനായി കുഞ്ഞിരാമൻ സാർ ചെയ്തിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും എല്ലാം ഉള്ള ഒരു നല്ല ഭംഗിയുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഒരുപാട് പേര് അവിടെ ഫോട്ടോസ് എടുക്കാനും അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ മോളൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടിട്ടുള്ളതാണ് സഫ ഓഡിറ്റോറിയം, മംഗലപുരം. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊന്നൂൻ്റെയൊക്കെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടന്നത്. പൊന്നൂൻ്റെ ഡാൻസൊക്കെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മംഗലപുരം ജംഗ്ഷൻ, മംഗലപുരം എന്നാണ് കേട്ടോ പേര്, മംഗലാപുരം അല്ല. മംഗലാപുരം നമ്മുടെ അറിയാലോ കർണാടകയിലുള്ള നമ്മളെ കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള മംഗലാപുരം, അതല്ല, ഇത് മംഗലപുരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് പോകണമെങ്കിൽ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി. പക്ഷേ ഇവിടെയൊക്കെ പണി നടക്കുന്നതിന് കാരണം കുറച്ചായിട്ട് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്താണ് വിടുന്നത്. കണ്ടോ, ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ലെഫ്റ്റിലോട്ടാണ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴി കറങ്ങി നമ്മൾ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും. അങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് ആകെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് കിടക്കുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുവഴിയൊക്കെ കാറിൽ പോകാനൊക്കെ ആയിട്ട്. എല്ലാ വാഹനങ്ങളും പോകാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം എല്ലാ സൈഡിലും റോഡ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നതല്ലേ. കുറേ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ റോഡൊക്കെ കിടക്കുന്നത്. ഇവിടെയൊക്കെ ആകെ കുഴിയാണ്. അപ്പോൾ എല്ലാ വാഹനത്തിൽ പോകുന്നവർക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതാണ് അവസ്ഥ. പിന്നെ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ എല്ലായിടത്തും എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. പിന്നെ സിറ്റിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് ആ ബൈപ്പാസൊക്കെ ചെല്ലുമ്പോൾ നല്ല റോഡാണ്, കുഴപ്പമില്ല. ഇവിടെയൊക്കെയാണ് നമുക്ക് കടന്നു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് പള്ളിപ്പുറത്താണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ഇങ്ങനെ തണലൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാനോ ഒന്നും വണ്ടിയൊക്കെ നിർത്തി ഒതുക്കി ഒക്കെ നിൽക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവിടെ ഈ പോണ വഴിക്കൊക്കെ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നത്, അതുപോലെ ഇളനീര്, കരിക്ക് അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും അവിടെയൊക്കെ. പിന്നെ പോത്തൻകോട് പോകാനായിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയ പോത്തൻകോടും, റൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ പള്ളിപ്പുറം വഴി ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന അതാണുള്ളത്. ഈ പോത്തൻകോട് ഭാഗത്താണ് ശാന്തിഗിരി ആശ്രമമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടും വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. ഒരു ദിവസം അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം. അവിടെ പർണശാല, പിന്നെ ഒരു പർണശാല താമരയുടെ ആകൃതിയിലൊക്കെയുള്ള ഒരു പർണശാലയൊക്കെ ഉണ്ട്. പണ്ട് അത് തുടങ്ങിയ സമയത്തൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, പേപ്പറിലൊക്കെ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ചർച്ച ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അവിടെ കാണാനൊക്കെ ആയിട്ട്. ഞാനും ഒരുപാട് മുന്നേ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം പോകണം. അപ്പോൾ നിങ്ങളായിട്ട് ആ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഏതാ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിലൂടെ നമ്മളങ്ങനെ പോകാറില്ല. ഇപ്പോൾ റോഡ് പണി ആയതിനു ശേഷമാണ് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് എനിക്കും അറിഞ്ഞൂട കേട്ടോ. വലിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ പേരൊന്നും എഴുതി കണ്ടിട്ടില്ല. അപ്പോൾ അതെന്തിൻ്റെയാണെന്നൊന്നും അറിയാൻ വയ്യ. അതിനകത്തോട്ട് കുറച്ച് നല്ല ഏരിയ തന്നെ ഉണ്ട് അതിനകത്തോട്ട് പോകാനൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ ഒരു വണ്ടി ഉള്ളത് കാരണം എനിക്ക് വണ്ടി വാൻ അങ്ങനെ പാസ് ചെയ്ത് കാണാം. കാരണം എനിക്ക് അങ്ങനെ അകത്തോട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അകത്തോട്ടൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ഇനി നമുക്ക് ഉള്ളത് CRPFൻ്റെ ഓഫീസൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ളത്. CRPFൻ്റെ ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് കാണുന്ന 2 സൈഡിലും ആയിട്ടുള്ളത്. പിന്നെ KV സ്കൂൾ ഈ ഭാഗത്താണ്, കേന്ദ്രീയ വിദ്യാലയം.
അപ്പോൾ അതിൻ്റെയും ഈ CRPFൻ്റെ ഓഫീസ്, ക്യാമ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. ആ പള്ളിപ്പുറം ഭാഗം കംപ്ലീറ്റ് ഇതാണ് അവരുടെ ഏരിയയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മതിലിൻ്റെ അകത്തോട്ടൊക്കെ അവരുടെ ഏരിയയാണ്. ഈ CRPFൻ്റെ കോമ്പൗണ്ടാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ടും അവരുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പള്ളിപ്പുറം സിഗ്നലാണ്. അപ്പോൾ സിഗ്നൽ കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോയാലും അവരുടെ ക്യാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ KV സ്കൂളിൻ്റെയൊക്കെ ഭാഗം. KV സ്കൂൾ ഇവിടെ കറക്റ്റ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ഭാഗത്തായിട്ടാണ് KV സ്കൂളൊക്കെ വരുന്നത്. പിന്നെ ഈ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ എത്തുമ്പോഴും ആ പേര് കേൾക്കുമ്പോഴൊക്കെ ഓർമ്മ വരുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വയലിനിസ്റ്റ് ബാലഭാസ്കറാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അപകടത്തിലാണ്, വാഹനാപകടത്തിലാണ്. അത് ഈ പള്ളിപ്പുറത്താണ്. ആ ട്രാഫിക് സിഗ്നലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു മരത്തിലായിരുന്നു ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അത് എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുള്ള ഒരു ഓർമ്മകളാണത്. ഒരുപാട് നല്ല പാട്ടുകൾക്കൊക്കെ വയലിൻ വായിച്ചിട്ടൊക്കെ ഉള്ള കോളേജ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ബാലഭാസ്കർ. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷമിപ്പിക്കുന്ന ഓർമ്മയാണ് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ. പിന്നെ നമ്മൾ ഇതാ വീണ്ടും NHലോട്ട് തന്നെ കടന്നു. ആ ഒരു ഷോർട്ട് കട്ടൊക്കെ കഴിഞ്ഞ് NHലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ വീണ്ടും നമ്മൾ ട്രിവാൻഡ്രത്തോട്ടുള്ള ആ ഒരു റൂട്ട് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു മാർബിളിൻ്റെ ഷോപ്പ് കാണാൻ പറ്റും. അതാണ് ബിനോയ് മാർബിൾ എന്ന് പറയുന്നത്. അത് പണ്ട് മുതലേ പേര് കേട്ടിട്ടുള്ള ഒരു മാർബിൾ ഷോപ്പാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അതുപോലെ ഇത് കുറേ പല കളറുള്ള ചട്ടികൾ, ചെടിച്ചട്ടികളൊക്കെ വിൽക്കുന്ന ഒരുപാട് ഇതൊക്കെ കാണാൻ കഴിയും ഇവിടെ. രണ്ട് സൈഡിലായിട്ടൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ വെച്ച് വിൽക്കാറുണ്ട് ഇങ്ങനെ ചട്ടികളൊക്കെ. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഈ സൈഡിൽ സർവീസ് റോഡിൻ്റെയൊക്കെ പണികൾ നടക്കുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും പലതരത്തിൽ ബ്രിഡ്ജായിട്ടും അണ്ടർ പാസേജ് ആയിട്ടും ഇതുപോലെ സർവീസ് റോഡുകളായിട്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബിനോയ് മാർബിൾ. ഇത് പണ്ട് മുതലുള്ള വലിയ, ഇപ്പം മാർബിളല്ല കൂടുതലായിട്ടും അവിടെ ഉള്ളത്, ടൈലാണ്. എങ്കിലും മാർബിളും ഗ്രാനൈറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടൈലാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിലും വീട് പണിയൊക്കെ ആയതുകൊണ്ട് ടൈലിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കടകളിലൊക്കെ ഇങ്ങനെ പോയ സമയത്ത് ഈ ബിനോയ് മാർബിളിലും അതുപോലെ തന്നെ പള്ളിപ്പുറത്തുള്ള വേറെ ഒന്നാണ് AV മാർബിൾ, അവിടെയൊക്കെ പോവാറുണ്ടായിരുന്നു. ഒരുപാട് കടകളിലൊക്കെ നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ വലിയൊരു വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. സാധാരണ നമ്മളിങ്ങനെ ട്രാഫിക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും ബുദ്ധിമുട്ടാണ്, ബാക്കിൽ പതുക്കെ പോകാനും പറ്റുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണിയാപുരം ജംഗ്ഷനിലാണ്. കണിയാപുരത്ത് ഇവിടേക്ക് ഇത്തിരി ട്രാഫിക് ഭയങ്കര ബ്ലോക്കാണ്. ഈ പല ഇപ്പോൾ ജാനുവരി 26 ആയതുകൊണ്ടും ഓഫീസ് അവധിയൊക്കെ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം അത്ര വലിയ ബുദ്ധിമുട്ടില്ലാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് അവിടെ, ബസ് സ്റ്റാൻഡൊക്കെ വരുന്നതുകൊണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വെട്ട് റോഡ് സിഗ്നലിൻ്റെ അങ്ങോട്ട് എത്തി. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴക്കൂട്ടത്തേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഈ വെട്ട് റോഡ് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പോത്തങ്കോടൊക്കെ പോകുന്നതും നമ്മളെ മാജിക് പ്ലാനറ്റിലോട്ടൊക്കെ പോകുന്ന റോഡാണ് ലെഫ്റ്റിലോട്ടുള്ളത്. പിന്നെ നേരെ പോയാൽ നമ്മൾ കഴക്കൂട്ടം ട്രിവാൻഡ്രം പോകുന്ന റൂട്ട്. അപ്പോൾ അവിടെ നല്ലൊരു ഫ്ലാറ്റ് കണ്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാട്ടോ. നികുഞ്ചമാണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല ഞാൻ ഫ്ലാറ്റിൻ്റെ പേര്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ദൂരെ നിന്ന് ഒരു ലോങ് വ്യൂ കിട്ടുന്നൊരു ഫ്ലാറ്റാണത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ അൽസാജ് ഹോട്ടലൊക്കെ ഉള്ളത്. അപ്പോൾ കഴക്കൂട്ടത്ത് നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് അൽസാജ്. നല്ല ടേസ്റ്റി ഫുഡാണ്, പണ്ട് മുതലേ ഇപ്പോഴൊക്കെ അതെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, നല്ല ബിരിയാണി, മീൽസൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അപ്പോൾ അതൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നാണ് കേട്ടോ, തക്കാരം, നമ്മളെ പ്ലെയിൻ്റെ ഷേപ്പിലുള്ള ഹോട്ടലുണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ് അതെടുക്കാനായിട്ട്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, പിന്നെ പൊറോട്ട ബട്ടർ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതാണ്. പിന്നെ മട്ടൻ്റെ കുറേ ഐറ്റംസൊക്കെ തക്കാരത്തിൽ ഉണ്ട് ആ പ്ലെയിൻ ഹോട്ടലിൽ. പിന്നെ അൽസാജ് കൺവെൻഷൻ സെൻറ്ററും ഇവിടെ കഴക്കൂട്ടത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കഴക്കൂട്ടം ഓവർ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പോകുന്നവർക്ക് നേരെ ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നല്ല സുഖമായിട്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ പോകാൻ പറ്റും. കഴക്കൂട്ടൊക്കെ എപ്പോഴും ബ്ലോക്കുള്ള ഒരു സ്ഥലമാണ്. ടെക്നോ പാർക്കും അതുപോലെ ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ഡൈവേഷൻ ശ്രീകാര്യം വഴി പോകുമ്പോൾ അങ്ങനെ പോകുന്നതും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് അവിടെ എപ്പോഴും ബ്ലോക്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വന്നത് എല്ലാവർക്കും ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രിവാൻഡ്രത്തൊക്കെ പോകുന്നവർക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ഈ ബ്രിഡ്ജിൽ കയറിയാൽ ഒരുപാട് ദൂരം ഇങ്ങനെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മറ്റേ സർവീസ് റോഡ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക്
നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ടെക്നോ പാർക്കിൻ്റെ ഏരിയയിലേക്കൊക്കെ കാണാം. അതിനകത്തുള്ള ബിൽഡിങ്ങുകളും പിന്നെ അവിടെയുള്ള ഹോട്ടൽസും പല ബിൽഡിങ്ങുകളുണ്ട്, വലിയ വലിയ. അതെല്ലാം ഇവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിനകത്ത് ഇരുന്നുകൊണ്ടുള്ള വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സൈഡിൽ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിങ്ങനെ പോവാം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഏകദേശം തീരാറായിട്ടുണ്ട്. ബ്രിഡ്ജ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ബൈപ്പാസ് വഴി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണിക്കാം, ഫുള്ളായിട്ട് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ടെക്നോ പാർക്കിൻ്റെയൊക്കെ ബിൽഡിങ്ങുകളും ആ ഒരു ക്യാമ്പസിനകത്തോട്ടുള്ള വ്യൂ ഒക്കെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ടെക്നോ പാർക്കിലോട്ടൊക്കെ പോകാനുള്ളവർക്കൊക്കെ നമ്മൾ കഴക്കൂട്ടത്തിന് താഴെയോട്ട് ഇറങ്ങി സർവീസ് റോഡ് വഴിയാണ് പോകാനുള്ളത്. ഈ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ തന്നെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ മറ്റേ സർവീസ് റോഡ് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നിടത്ത് എത്തി. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡിൽ കാണുന്നത് ടെക്നോ പാർക്കിൻ്റെ തന്നെ ഫേസ് 2 ആണെന്ന് തോന്നുന്നു. അതിനകത്തോട്ട് പോകാനുള്ള എൻട്രിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സിഗ്നലിലെത്തി. അപ്പോൾ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ച് കുറേ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ബൈപ്പാസിലേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഈ റോഡ് സൈഡിലുള്ള നടുക്ക്, രണ്ട് സൈഡിലുള്ള റോഡിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളൊരു ഫുൾ ലെങ്ത്ത് കുറേ ദൂരം പോകുമ്പോൾ അങ്ങനെ തന്നെയാണുള്ളത്. അത് നല്ല രസമാണ്. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് നമ്മളെ USTയുടെ ഓഫീസ് ഉള്ളത്, UST ഗ്ലോബലിൻ്റെ ഓഫീസ് ഉള്ളത്. അതുപോലെ ഇൻഫോസിസിൻ്റെ ഓഫീസൊക്കെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് USTയുടെ ഓഫീസ്. ഇതാണ് USTയുടെ ടെക്നോ പാർക്കിൻ്റെ പുറത്തുള്ള ബിൽഡിംഗ് ആണിത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫോസിസ് ആണുള്ളത്. ഇതാ കണ്ടോ, ഇൻഫോസിസ് എന്ന് മതിലിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇൻഫോസിസിൻ്റെ ബിൽഡിങ്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത്, ഇതൊരു വലിയ കോമ്പൗണ്ടാണ്, ഇതിനകത്ത് ഇൻഫോസിസ് ആണ്. ഇതും കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കും ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ലുലു ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള, ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാവരും ലുലുവിലാണല്ലോ എല്ലാവരും പോകുന്നത്. ലുലു മോളിലോട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനാണെങ്കിലും കറങ്ങാനാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ ലുലു ട്രിവാൻഡ്രത്തിന് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയ ഒരു മോളാണ്. അപ്പോൾ അതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ മുന്നേയായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മതിൽ കണ്ടോ, ഈ ഒരു മതിലും അതിൻ്റെ മുകളിലൂടെ റോഡും പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹൈറ്റിലായിട്ടാണത്. അപ്പോൾ അത് ഒരുപാട് സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേ സിനിമയിലുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട് ഈ ഒരു ഹൈറ്റിൽ പോകുന്ന ഈ റോഡ്. ഇതുപോലെ നമ്മൾ പോകുന്ന റോഡിൻ്റെ രണ്ട് സർവീസ് റോഡായിട്ട് വരുന്നതാണ്, രണ്ട് സൈഡിലും അതുപോലെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ MGM സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ അവിടെയുള്ള ഒരു ബ്രിഡ്ജാണിത്. കുട്ടികൾക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ റോഡിൻ്റെ കുറുകെയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. റൈറ്റ് സൈഡിലായിട്ടാണ് MGM സ്കൂള്. അപ്പോൾ വീണ്ടും കണ്ടോ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വലിയ മതിൽ സർവീസ് റോഡായിട്ട് പോകുന്നതാണത്. അതിന് മുകളിലൂടെയാണ് ആ റോഡ് പോകുന്നത്. അവിടെ ഒരുപാട് ഇന്ത്യൻ ചരിത്രം, കേരളത്തിൻ്റെയൊക്കെ ചരിത്രമൊക്കെ വരുന്ന തരത്തിലുള്ള പല പടങ്ങളും അവിടെ വരച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ പോകുമ്പോഴാണ് നമ്മളെ വേളി കായലൊക്കെ വരുന്നത്. ആ കായൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് ലുലു മോളിലോട്ടുള്ള വഴി. ഇത് ആക്കുളമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത്. അവിടെയും നമ്മൾ ഒരു ദിവസം പോകുന്നുണ്ട്, നമ്മളെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, അവിടെ നിന്ന് പോകണം. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ട് വരാൻ പോവുകയാണ്, ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അതും ആക്കുളത്താണ്. ഇപ്പോൾ അടുത്താണ് അതിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ വന്നതിന് ശേഷം അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ വേളി കായലിൻ്റെ മുകളിലൂടെ പോകാൻ പോവാണ്. ഇതാണ് വേളി കായൽ. അപ്പോൾ കൊച്ചു വേളി എന്ന് പറയുന്നത് നമ്മുടെ വേളി അറിയാലോ, നമ്മളെ ഒരു ട്രിവാൻഡ്രത്തെ ടൂറിസ്റ്റ് ഒരു എന്താണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ ആ ഒരു ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഒരു കായൽ, ഈ ഒരു കായലിൻ്റെ തീരത്താണ് ആ വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉള്ളത്. ഈ കായൽ ഇങ്ങനെ വളഞ്ഞങ്ങനെ പോവും. അപ്പോൾ ഈ ഒരു കായലിലൂടെ അവിടെ ബോട്ടിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലുലു. എന്താ നിങ്ങൾക്കിപ്പോൾ കാണുന്ന ആ ബിൽഡിങ്ങാണ്, നേരെ കാണുന്നില്ല റൈറ്റ് സൈഡിൽ, ആ ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ ലുലു മോൾ ട്രിവാൻഡ്രം. അപ്പോൾ ഒരുപാട് വലുതാണല്ലോ നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലാണോ എന്തോ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഭയങ്കര വലിയ ലുലു മോളാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട്, ഒരുപാട് പാർക്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും വലിയൊരു മാളാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലുലുലോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് സർവീസ് റോഡ്, ലെഫ്റ്റിൽ സർവീസ് റോഡ് വഴി പോയിട്ട് കറങ്ങി ബ്രിഡ്ജിനടിയിലൂടെ ആണ് അപ്പുറത്തോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലുലു പോകുന്നില്ല, നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചാക്കയിൽ ചെന്നിട്ടാണ് തിരിയാനുള്ളത്, അതുകൊണ്ട് നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ ഇതിപ്പോൾ കിയയുടെ ഷോറൂമാണ്. അതുപോലെ ഒരുപാട് വണ്ടികളുടെ ഷോറൂമുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് എണ്ണം ഉണ്ട്.
BMW, പിന്നെ ടാറ്റ, അതുപോലെ മാരുതിയുടെയും ഒരുപാട് കാറുകളുടെ ഷോറൂമുകൾ 2 സൈഡിലായിട്ടുണ്ട്. വണ്ടികളെ കുറിച്ച് എനിക്ക് ഒരുപാട് ധാരണയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് വണ്ടികളുടെ ഷോറൂമും എല്ലാം ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഏരിയ കാണാൻ നല്ല രസം. അതുപോലെ ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകളും പിന്നെ ഹോട്ടൽസും എല്ലാം ആയിട്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇതൊക്കെ. ഇവിടെ ഒരു റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു യൂസ്ഡ് കാർസ് ആണെന്ന് തോന്നുന്നു. പ്രീ ഓൺഡ് കാർസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പൊന്നിൻ്റെ പല്ല് കാണിക്കാനായിട്ട് പോകണം. അപ്പോൾ ചാക്കയിൽ നമ്മൾ തിരിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് ചാക്കയിൽ പോകുമ്പോൾ നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഇതൊരു ഇൻ്റർലോക്ക് ബ്രിഡ്ജാണ് കേട്ടോ. ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകണമെങ്കിൽ നേരെ ട്രിവാൻഡ്രത്തോട്ട് ഈഞ്ചയ്ക്കൽ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് നേരെ നമുക്ക് പോകാം. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് ചാക്കയിലോട്ടാണ്, ചാക്ക കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത്. അപ്പോൾ എയർപോർട്ടിലോട്ടൊക്കെ പോകുന്നെങ്കിൽ ഇവിടെ ഈ ചാക്ക ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ മതി. അപ്പോഴാണ് നമ്മളെ എയർപോർട്ട് റോഡുള്ളത്. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ പോവാണ്. ഇവിടെ ചാക്ക സിഗ്നലാണ്, ഇവിടെ നിന്ന് റൈറ്റാണ് എയർപോർട്ട്. അപ്പം നമ്മൾ ലെഫ്റ്റിലോട്ടാണ് ഇങ്ങനെ തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി പോയിട്ട് നമുക്ക് ബേക്കറി ജംഗ്ഷനിലോട്ടാണ് പോകേണ്ടത്. പൊന്നുവിൻ്റെ പല്ല് കാണിക്കുന്നത് ബേക്കറി ജംഗ്ഷനിലാണ്. ഇത് സെൻട്രോ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള മാളാണ്. പണ്ട് ഇത് സെൻട്രൽ മാൾ എന്നായിരുന്നു പേര്. അത് പാറ്റൂർ ജംഗ്ഷനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എവിടേക്കോ സിഗ്നലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പോലും പറ്റില്ല. മരത്തിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് സിഗ്നൽ ഇരിക്കുന്നത്. ഇത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ജംഗ്ഷൻ ആ ഏരിയയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ജനറൽ ഹോസ്പിറ്റൽ ഉള്ളത്, ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റൽ. ഇതെവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ജനറൽ ആശുപത്രി എന്ന് എഴുതിയിട്ടില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, മരത്തിൻ്റെ ഇടയിലൊക്കെ സിഗ്നൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പോലും പറ്റില്ല ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള 1-2 സിഗ്നൽ ഈ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോളേജൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സംസ്കൃത കോളേജോ ആർട്സ് കോളേജോ ഏതോ ഒന്നാണ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഏതോ ഒന്നാണിത്. അപ്പോൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ഏത് കോളേജാണെന്ന്. ഇത് കോളേജിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇത് ഏത് കോളേജാണെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇതാണ് കേരള സർവകലാശാല, കണ്ടോ. ഇതാണ് കേരള സർവകലാശാലയുടെ ഓഫീസ്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പാളയം അണ്ടർ പാസേജ് വഴിയാണ് പോകുന്നത് ബേക്കറി ജംഗ്ഷനിലോട്ട്. മോളെ പല്ല് കാണിക്കുന്ന ഡോക്ടർ അവിടെയാണ്. $1 million സ്മൈൽ എന്നാണ് അവിടുത്തെ ആ ഒരു ക്ലിനിക്കിൻ്റെ പേര്. ഈ അണ്ടർ പാസേജ് വഴി പോകുമ്പോഴത്തേക്ക് അണ്ടർ പാസേജിൽ ഒരുപാട് പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചിത്രങ്ങൾ. ആ ഒരു ചുവരിൻ്റെ 2 സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട്, എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ നല്ല കളറായിട്ട് തോന്നിക്കുന്ന തരത്തിലാണെന്ന് തോന്നുന്നു. രാത്രി ഞാൻ ഇതിലേക്ക് പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ശരിക്കും വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കണ്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതിപ്പോൾ സയൻസ് എക്സ്പോർട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആണോയെന്നും അറിഞ്ഞുകൂടാ, ശരിക്കും ക്ലിയർ ആവുന്നില്ല അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇനിയും അവിടെ പടം വരയ്ക്കാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അണ്ടർ പാസേജ് കഴിഞ്ഞ് വരുമ്പം ലെഫ്റ്റ് സൈഡിലൊരു പങ്കായ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെന്ന് പറഞ്ഞ റിവ്യൂ കണ്ടിട്ടുണ്ടെന്ന് തോന്നി. അതുവരെ പോയിട്ടില്ല. അപ്പോൾ പങ്കായം അവിടെയാണ്. പിന്നെ നമ്മൾ ഈ വഴി പോകുമ്പോഴാണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് RBIയുടെ ആ ഒരു കോമ്പൗണ്ടാണ് ഈ കാണുന്ന RBIയുടെ ബിൽഡിങ്ങാണത്. RBIയുടെ ഗേറ്റ് ഇതാ ഇവിടെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ലോഗോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാണ് നമ്മുടെ $1 million സ്മൈലിലോട്ട് പോകുന്നത്. അപ്പോൾ അംബ്രോസിയൊക്കെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ്. അതുപോലെ മദേഴ്സ് വെജ് പ്ലാസ ഞാനൊരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, സദ്യ കഴിച്ച്, അതൊക്കെ അവിടെ റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ $1 million സ്മൈലുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് മോളുടെ പല്ല് എവിടെ നിന്നാണ് കമ്പി ഇട്ടത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഇടൂ, സാധാരണ 12 വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ എല്ലാവരും പറയുന്നത് ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെ ശരിയാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇത് ട്രിവാൻഡ്രത്ത് ഡോക്ടർ ജിജിസ് $1 million സ്മൈലാണ്. അപ്പോൾ അവിടെ മാത്രമല്ല കേട്ടോ, ചില ഡെൻറ്റിസ്റ്റുകളൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ ചെല്ലുമ്പം അങ്ങനെ ഇടാറുണ്ട്. അവരൊക്കെ 8 വയസ്സ് മുതൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ മോളുടെ കറക്റ്റ് ടൈമിനാണെന്ന് തോന്നുന്നു തുടങ്ങിയത്.
അങ്ങനെ ഇതാണപ്പോൾ. അതുപോലെ ആർക്കെങ്കിലും അപ്പം അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന് നോക്കാം. മോൾക്ക് നല്ല വ്യത്യാസമാണ്. ഇപ്പം ഒക്ടോബറിലാണ് അവൾക്ക് ഇട്ടത്. അപ്പോൾ ഒരു 3 മാസം ആയതേ ഉള്ളൂ, പക്ഷേ നല്ല മാറ്റമുണ്ട്. അപ്പോൾ പല്ലെടുക്കാതെയാണ് അവൾക്ക് കമ്പി ഇട്ടിട്ടുള്ളത്. സാധാരണയായിട്ട് പല്ല് പറിച്ചിട്ടാണല്ലോ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കമ്പി ഇടുന്നത്. അപ്പോൾ അവൾക്കിപ്പോൾ പല്ല് എടുക്കാതെ തന്നെ കമ്പി ഇടാൻ പറ്റി. ഈ പ്രായത്തിലാവുമ്പോൾ അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇവരുടെ ക്ലിനിക്ക് ഉള്ളത്. അപ്പം മുകളിലോട്ട് പോകാനായിട്ട് നമ്മൾ ലിഫ്റ്റിൽ പോകാൻ നിന്നാൽ മോള് സമ്മതിക്കില്ല. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അവൾക്ക് ലിഫ്റ്റിൽ വരാൻ വയ്യ. അങ്ങനെ അവൾ അങ്ങ് കയറിപ്പോയി. അപ്പോൾ പിന്നെ നമ്മളും സ്റ്റെപ്പ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറും സ്റ്റാഫും ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹത്തോടുള്ളൊരു ബിഹേവിയറാണ്. പൊന്നിൻ്റെ അടുത്തുനിന്നല്ല, എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ടൊരു വരാനൊന്നും അങ്ങനെ മടിയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പേടി, കരച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവൾ ഹാപ്പിയാണ്. പിന്നെ എവിടെ പോയാലും ഈ ഒരു പാവേനെ കൊണ്ട് നടക്കുന്നതാണ്. അത് കാറിൽ വെച്ചിട്ട് വരാറുള്ളതാണ്, പക്ഷെ അത് മറന്നുപോയി. അത് കാരണം എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ആൻറ്റിയുടെ വീട്ടിലാണ് വന്നത്, പാറ്റൂർ. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുമ്പോഴൊക്കെ ആൻറ്റിയുടെ അടുത്ത് പോവും. അങ്ങനെ അവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ ഇറങ്ങിയത്. ഒരു 3 മണി 3:30 ആയി തോന്നുന്നു അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരുമ്പോഴൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോഴൊക്കെ ആൻറ്റീനെ കാണാതെ പോകാറില്ല. അപ്പോൾ വന്ന് ആൻറ്റീൻ്റെ അടുത്തൊക്കെ വന്നു, കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ടടുത്ത് നല്ല ചൂടായിരുന്നു. നല്ല വെയിലായത് കാരണം നല്ല ചൂടായിരുന്നു കയറിയപ്പം. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഇതാ പൊന്ന് കയറാനായിട്ട് വരികയാണ് വണ്ടിയിലേക്ക്. വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. ഞാൻ ആൻറ്റീൻ്റെ അടുത്തും ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നത് ഇനി നേരെ കഴക്കൂട്ടത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങ് പോയി. അപ്പോൾ കഴക്കൂട്ടത്തെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഇനി ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം നമ്മൾ പൊന്നുമാണ് ഇപ്പോൾ വീഡിയോഗ്രാഫർ. അങ്ങനെ അതാ അപ്പോൾ ഷിനേണ്ണും അമ്മയും ആൻറ്റിയും കൂടെ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് ടാറ്റ പറഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ ലാസ്റ്റ് ഇനി പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. കഴക്കൂട്ടത്ത് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ കുഞ്ഞാറ്റനെയും സച്ചുവിനെയൊക്കെ കാണാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുന്നു. സിഗ്നലായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ തിരക്കില്ല കേട്ടോ, ഒന്ന് റോഡ് വലിയ തിരക്കൊന്നുമില്ല. പബ്ലിക് ഹോളിഡേ അല്ലേ ഇന്നിപ്പോൾ. ഓഫീസുകളും സ്കൂളുകളും എല്ലാം അവധിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. സാധാരണ സാറ്റർഡേയ്സിലൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും തിരക്കാണ്, സൺഡേ ആണെങ്കിലും തിരക്കാണ്. പക്ഷേ ഇന്ന് എന്താണെന്നൊന്നും അറിയാൻ വയ്യ. റോഡൊക്കെ ഭയങ്കര കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഓടിക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മളിതാ നേരെ കഴക്കൂട്ടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു യാത്രയിൽ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടുന്ന് നേരെ ഇനി കഴക്കൂട്ടത്തും കൂടെ പോവുകയാണ്. ഇതാ ലുലുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ പോകുമ്പോഴേ ലുലു ഫുള്ളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലുലു ഇതാ. അതും കഴിഞ്ഞ് നമ്മൾ പോയി കഴക്കൂട്ടം ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇതാണ് ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇവിടെ വന്നു കുറച്ച് നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞു, എല്ലാവരും കൂടിയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സെയിൽ ചെയ്യുന്നുണ്ട് ഇവർ കേട്ടോ, വീട്ടിലുണ്ടാക്കിയിട്ട്. അപ്പോൾ വൈകിട്ട് ഇതൊക്കെയായിരുന്നു നമുക്ക് പരിപാടി. ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു, സിറ്റ് ഔട്ടിൽ ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പൊന്നിന് ഇവിടെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്, ഇതുപോലെ സച്ചും കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കുടുംബ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നു. അപ്പോൾ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളും, പിന്നെ അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വലിയ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അസോസിയേഷൻ പ്രേംനസീർ മെമ്മോറിയൽ റെസിഡൻസ് അസോസിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേംനസീറിൻ്റെ ഒരു പഴയ പാട്ടുകളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ഡാൻസ് സ്കൂളിലെ കുട്ടികൾ, ആ റെസിഡൻസിലുള്ള കുട്ടികളുടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രേംനസീർ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ കുടുംബ സംഗമം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ തന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഇതുപോലെ ഡാൻസും. പിന്നെ അവിടെ സ്റ്റേറ്റിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കഥാപ്രസംഗം ഉണ്ടായിരുന്നു. നല്ല പരിപാടികളായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. പിള്ളേർ നന്നായിട്ട് കളിച്ചു. അപ്പോൾ അത് രസമായിരുന്നു. പിന്നെ പാട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യാത്ത കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പാട്ട് പ്ലേ ചെയ്യാത്തത്. അപ്പോൾ നല്ല പഴയ പാട്ടുകളെല്ലാം ചേർത്തിട്ടുള്ള പ്രേംനസീറിൻ്റെ എല്ലാ പാട്ടുകളൊക്കെ ചേർത്തിട്ടും ഡയലോഗുകളെല്ലാം കൂടെ ചേർത്തിട്ടൊക്കെ ആയിരുന്നു ഇവരുടെ ഈ ഒരു പ്രോഗ്രാമൊക്കെ. അത് നല്ലതായിരുന്നു. അതിന് ശേഷം പിന്നെ അവർ വേറെ ഇപ്പോഴത്തെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള അങ്ങനെയുള്ള ഡാൻസും അവരുടേതുണ്ടായിരുന്നു. പിന്നെ കഥാപ്രസംഗം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല
കഥാപ്രസംഗമായിരുന്നു. ഭയങ്കര വളരെ നന്നായിട്ടായിരുന്നു കഥാപ്രസംഗം ചെയ്തത്. അത് സ്റ്റേറ്റിൽ എ ഗ്രേഡ് കിട്ടിയ കഥാപ്രസംഗമായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അവർ പഠിപ്പിച്ച് കൊണ്ടുപോയതാണ് ആ ഒരു കഥാപ്രസംഗം. അപ്പോൾ ഒരു ഭഗത് സിംഗിൻ്റെ കഥാപ്രസംഗമായിരുന്നു. അതും നല്ലതായിരുന്നു. ഇന്നലെ ഒരു ദിവസത്തെ ഫുള്ള് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ഇങ്ങനെ ഒരുപാട് സമയം രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോയി. അപ്പോൾ രാത്രി ഇതുപോലെ നമ്മൾ പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 9:30 മണിയൊക്കെ ആയി. അതിനുശേഷം ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അത് കാണാനായിട്ട് നിന്നില്ലായിരുന്നു, തിരിച്ച് പോരുകയാണ് ചെയ്തത്. ഈ ഡാൻസും കഥാപ്രസംഗമൊക്കെ കണ്ടിട്ട് പോന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മ്യൂസിക്കൽ ചെയറും പിന്നെ അതുപോലുള്ള കളികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വൈകിട്ടുള്ള ഈ പരിപാടികൾ, ഡാൻസും പാട്ടൊക്കെ കണ്ടു. അതിനുശേഷം പിന്നെ സമ്മാന വിതരണം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ നല്ല മാർക്ക് കിട്ടിയവർക്കും, പിന്നെ വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക്കൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു, അതുപോലുള്ള കളികൾക്ക് പ്രൈസ് കിട്ടിയവർക്കൊക്കെ സമ്മാന വിതരണം അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ഒരു ഹോളിഡേ വ്ളോഗ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് ലെങ്തി ആയി പോയി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക്